പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർസിൻ്റെ ബ്രോ ബെറ്റർ എന്ന് പറയുന്ന ഐബ്രോ പെൻസിലിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ഇതാണ് ഐറ്റം. ഷെയ്ഡ് വരുന്നത് 02 ഡാർക്ക് ബ്രൗൺ. കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഐബ്രോ പെൻസിൽ വരുന്നത്. ഒരു സൈഡിൽ ബ്രഷ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലാണ് ഐബ്രോ പെൻസിൽ വരുന്നത്. ബ്രഷും പെൻസിലും കൂടെ ഒറ്റൊരുതിൽ. കളർ കാണിക്കാം കേട്ടോ. ഇതാണ് കളർ ഐബ്രോ പെൻസിലിൻ്റെ. എനിക്ക് പൊതുവേ ഐബ്രോസ് കുറവാണ്, അത് ഞാൻ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് എഴുതി പിടിപ്പിക്കുക, ഇതൊന്ന് വൃത്തിക്ക് വെക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ്. വണ്ടി പോകുന്നുണ്ട് അതിൽ. എന്നാലും നമുക്ക് നോക്കാം എഴുതി എങ്ങനെ ഉണ്ടാകുമെന്ന്. ഒരു ചെറിയൊരു ക്രീമി ഫോർമാറ്റ് ആണെന്നാണ് തോന്നുന്നത്. പിന്നെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒത്തിരി ഡാർക്കായിട്ട് നമുക്ക് ഐബ്രോസ് കുറവുള്ളവർക്ക് വരയ്ക്കാൻ പറ്റൂല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക, മേളിൽ താഴെ. എന്നിട്ട് ഈ ഒരു ബ്രഷും വെച്ച് ഇങ്ങനെ തൂത്ത് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എഴുതിയ പോലെ ഇരിക്കും. കുഴപ്പമില്ലാണ്ട് ഇപ്പം ഞാൻ ശരിക്കും എഴുതിയിട്ടുണ്ട് കേട്ടോ. 2 ഐബ്രോസും ഞാൻ കറക്റ്റായിട്ട് മര്യാദയ്ക്ക് പോയി ഒന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 89 രൂപയാട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്രീമി ഫോർമാറ്റാണ്. കളർ വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വരുന്നത്. ക്രീമി ടെക്സ്ചർ ആട്ടോ. ഗ്ലൈഡ് ചെയ്ത് പോകും. ഇനി കുറവുള്ളവർക്ക് ഇങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച്, ഒന്നാമത് കുറവുള്ളവർക്ക് നല്ല കുറവായിരിക്കും. 1 2 എണ്ണമൊക്കെ ഒരു ഒത്തൊരുമയില്ലാതെ കുറച്ചെണ്ണം അങ്ങോട്ട് കുറച്ചെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ 2 സെൻറ്റിമീറ്റർ മാറിയായിരിക്കും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് അതങ്ങനെ പറ്റിപ്പോവും സ്കിന്നിലോട്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കുഴപ്പമില്ല, 89 രൂപയ്ക്ക് കുഴപ്പമില്ല. അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഒരു ഓയിലി ആക്നെ ഫ്രം സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണെങ്കിൽ, നിങ്ങൾ സീരിയസ് ആയിട്ട് ഹെയർ കെയർ വീഡിയോസ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള കണ്ടൻറ്റുകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയും നേരം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനും താങ്ക്സ്.